അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ അമ്മാ ബഅദ്. പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിൻ്റെ ഹൃദയമാണ് സൂറത്തു യാസീൻ എന്നത്. എല്ലാത്തിനും ഹൃദയമുണ്ട്, എല്ലാ വസ്തുക്കൾക്കും ഹൃദയമുണ്ട്. ജീവനുള്ള വസ്തുവാണെങ്കിലും ജീവനില്ലാത്ത വസ്തുവാണെങ്കിലും എല്ലാത്തിനും ഹൃദയമുണ്ട്. ജീവനില്ലാത്ത വസ്തുവിൽ അതിൻ്റെ മെയിൻ ഭാഗത്തെയാണ് ഹൃദയം എന്ന് പറയുന്നത്. തടി, ആ തടിയുടെ കാതൽ, അതാണ് അതിൻ്റെ ഹൃദയം. നമ്മൾ പറയാറില്ലേ കൊല്ലത്തിൻ്റെ ഹൃദയഭാഗം. ഇങ്ങനെ ജീവനുള്ള വസ്തുവാണെങ്കിലും ജീവനില്ലാത്ത വസ്തുവാണെങ്കിലും എല്ലാത്തിനും ഹൃദയമുണ്ട്. അതുപോലെ പരിശുദ്ധ ഖുർആനിൻ്റെ ഹൃദയം സൂറത്തു യാസീനാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന ലികുല്ലി ഷൈഇൻ ഖൽബൻ വഖൽബുൽ ഖുർആനി യാസീൻ. എല്ലാ വസ്തുവിനും ഹൃദയമുണ്ട്, എന്നാൽ പരിശുദ്ധ ഖുർആനിൻ്റെ ഹൃദയം സൂറത്തു യാസീൻ ആകുന്നു എന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി. ആ സൂറത്ത് യാസീനിന് വളരെയധികം മഹത്വമാണുള്ളത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, വമൻ ഖറഅ യാസീൻ കതബല്ലാഹു ലഹു ബിഹാ ഖിറാഅത്തുൽ ഖുർആനി 10 മർറാത്ത്. ആരെങ്കിലും ഒരുവൻ സൂറത്ത് യാസീൻ പാരായണം ചെയ്താൽ അവൻ 10 പ്രാവശ്യം ഖുർആൻ പാരായണം ചെയ്തതായിട്ട് അതിൻ്റെ പ്രതിഫലം രേഖപ്പെടുത്തുന്നതാണ്. ഒരു യാസീൻ ഒരു പ്രാവശ്യം ഒരാൾ ഓതിയാൽ ഖുർആൻ മുഴുക്കെ 10 പ്രാവശ്യം ഓതിയതിൻ്റെ പ്രതിഫലം അവൻ രേഖപ്പെടുത്തുന്നതാണ് എന്ന് മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി. മറ്റൊരു ഹദീസിൽ നബിതങ്ങൾ പറഞ്ഞു, വമൻ ഖറഅ യാസീൻ ഫീ യൗമിൻ ഔ ലൈലത്തിൻ ഇബ്തിഗാഅ വജ്ഹില്ലാഹി ഉഫിറ ലഹു. ഒരുവൻ രാത്രിയോ പകലോ അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് സൂറത്ത് യാസീൻ പാരായണം ചെയ്താൽ അവൻ്റെ പാപങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്നതാണ് എന്ന് നബിതങ്ങൾ പറഞ്ഞു. ഇങ്ങനെ നിരവധി ഹദീസുകൾ നമുക്ക് പരതിയാൽ കാണാൻ കഴിയും. അത്ര മഹത്വമുള്ള ഒരു സൂറത്താണ് സൂറത്ത് യാസീൻ. അതുകൊണ്ട് അതെല്ലാവരും പാരായണം ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും.